നമ്മൾ ഇന്ന് നോക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന്റെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 32/2025. ആദ്യം നമുക്ക് ഇംഗ്ലീഷിലെ 10 ക്വസ്റ്റ്യൻസ് നോക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ, മോഡേൺ ടെക്നോളജി makes it easier than ever to eavesdrop on electronic communication. Find the option that is closest in meaning to the underlined word. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ അണ്ടർലൈൻഡ് വേർഡിന് ഏറ്റവും യോജിക്കുന്ന അർത്ഥം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം തന്നിരിക്കുന്ന സെന്റൻസ് എന്താ? മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു ഈവ്സ്ഡ്രോപ്പ് ഓൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഇലക്ട്രോണിക് ആശയവിനിമയങ്ങൾ ചോർത്തുന്നത് ആധുനിക സാങ്കേതിക വിദ്യ എപ്പോഴത്തേക്കാളും എളുപ്പമാക്കിയിരിക്കുന്നു. അതിൽ ഈവ്സ്ഡ്രോപ്പ് എന്ന വേർഡാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതിന് ഏറ്റവും യോജിക്കുന്ന മീനിങ് ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡൈവേഴ്സ് ഗ്രൂപ്പ്സ് സൈമൾട്ടേനിയസ്ലി. ഓപ്ഷൻ ബി, ടു സ്റ്റേ അവേ ഫ്രം എ കോൺഫിഡൻഷ്യൽ ഡിസ്കഷൻ. Option C, to give some space for private conversation. Option D, to listen secretly to a private conversation. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. ഒരു സ്വകാര്യ സംഭാഷണം ചോർത്തിയെടുക്കുക അല്ലെങ്കിൽ രഹസ്യമായിട്ട് കേൾക്കുക. അതാണ് ഈവ്സ്ഡ്രോപ്പ് എന്ന വേർഡിൻ്റെ മീനിങ്. 82ാമത്തെ ക്വസ്റ്റ്യൻ, Do you remember the passenger dash traveled yesterday without a ticket? Choose the suitable relative pronoun from the options given. Relative pronoun ചേർക്കാനാണ്. ഓപ്ഷൻ എ whom, ഓപ്ഷൻ ബി who, ഓപ്ഷൻ സി whose, ഓപ്ഷൻ ഡി which. Do you remember the passenger dash traveled yesterday without a ticket? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഹൂ ആണ്. ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഹൂ ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് എ ടിക്കറ്റ്. ഇനി ഹൂം ചേർക്കുന്നത് ആരെ എന്ന് ചോദിക്കാനാണ്, ഹൂസ് ചേർക്കുന്നത് ആരുടെ എന്ന് ചോദിക്കാൻ, വിച്ച് ചേർക്കുന്നത് ഏത് എന്ന് ചോദിക്കാൻ. ഇനി 83ാമത്തെ ക്വസ്റ്റ്യൻ, മാർട്ടിൻ ate the dash amount of shawarma at the party, preferring to snack on vegetable. Choose the superlative form of the adjective from the options. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ലിറ്റിൽ, ഓപ്ഷൻ ബി ലെസ്, ഓപ്ഷൻ സി ലെസ്റ്റ്, ഓപ്ഷൻ ഡി ലീസ്റ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ലീസ്റ്റ് ആണ്. മാർട്ടിൻ ate the least amount of shawarma at the party, preferring to snack on vegetables. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സൂപ്പർലേറ്റീവ് ഫോം വരുന്നത് ലീസ്റ്റ് ആണ്. ഇനി 84ാമത്തെ ക്വസ്റ്റ്യൻ, pursuing a graduate degree from a reputable institution these days can cost an arm and a leg. Identify the meaning of the idiom underlined. തന്നിരിക്കുന്ന സെന്റൻസിലെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ആൻ ആം ആൻഡ് എ ലെഗ്. ഓപ്ഷൻ എ അഫോർഡബിൾ, ഓപ്ഷൻ ബി എക്കണോമിക്കൽ, ഓപ്ഷൻ സി എക്സ്പെൻസീവ്, ഓപ്ഷൻ ഡി ഇൻഎക്സ്പെൻസീവ്. അപ്പൊ തന്നിരിക്കുന്ന എന്താ? പെർസ്യൂയിങ് എ ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം എ റെപ്യൂട്ടബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ദീസ് ഡേയ്സ് ക്യാൻ കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. ഇന്നത്തെ കാലത്ത് ഒരു റെപ്യൂട്ടബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്, വളരെ ചിലവേറിയതാണ്. അനാം ആൻഡ് എ ലെഗ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അനാം ആൻഡ് എ ലെഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സ്പെൻസീവ് ആണ്. ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എക്സ്പെൻസീവ്. അനാം ആൻഡ് എ ലെഗ് എന്ന ഇഡിയത്തിന്റെ മീനിങ് ആണ് എക്സ്പെൻസീവ്. ഇനി അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് താങ്ങാൻ പറ്റുന്നത്. ഇനി എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ ലാഭകരമായത്. ഇൻഎക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ചിലവ് കുറഞ്ഞത്. 85ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് is an example of a compound word consisting of a
verb plus adverb pattern. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കോമ്പൗണ്ട് വേർഡ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ verb plus adverb പാറ്റേണിലുള്ള കോമ്പൗണ്ട് വേർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബ്രേക്ക് ത്രൂ, ഓപ്ഷൻ ബി ഡ്രൈ ക്ലീൻ, ഓപ്ഷൻ സി വൈറ്റ് വാഷ്, ഓപ്ഷൻ ഡി സെയിൽ ബോട്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ബ്രേക്ക് ത്രൂ. ഇനി ഒരു കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വ്യത്യസ്ത വാക്കുകൾ ചേർന്നുണ്ടാകുന്ന പുതിയൊരു വാക്കാണ് കോമ്പൗണ്ട് വേർഡ്. എന്താണ്? രണ്ട് വ്യത്യസ്ത വാക്കുകൾ ചേർന്നുണ്ടാകുന്ന പുതിയൊരു വാക്കാണ് കോമ്പൗണ്ട് വേർഡ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വെർബ് പ്ലസ് ആഡ്വേർബ് പാറ്റേണിലുള്ള കോമ്പൗണ്ട് വേർഡ് ഏതാണെന്നാണ്. അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടു. ഓപ്ഷൻ എ ബ്രേക്ക് ത്രൂ. ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു വെർബാണ്, ത്രൂ എന്ന് പറയുന്നത് ഒരു ആഡ്വേർബാണ്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കിയാൽ ഡ്രൈ ക്ലീൻ, അതിൽ ഡ്രൈ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവാണ്, ക്ലീൻ എന്ന് പറയുന്നത് ഒരു വെർബാണ്. അപ്പോൾ അവിടെ അഡ്ജക്റ്റീവ് പ്ലസ് വെർബ് എന്ന പാറ്റേൺ ആണ് വരുന്നത്. അടുത്തത് വൈറ്റ് വാഷ്. ഇതിൽ വൈറ്റ് ഒരു അഡ്ജക്റ്റീവാണ്, വാഷ് ഒരു വെർബാണ്. ഇവിടെയും അഡ്ജക്റ്റീവ് പ്ലസ് വെർബ് എന്ന പാറ്റേൺ ആണ് വരുന്നത്. ഇനി സെയിൽ ബോട്ട് നോക്കിയാൽ സെയിൽ ഒരു നൗൺ ആണ്, ബോട്ട് ഒരു നൗൺ ആണ്. അപ്പോൾ അവിടെ നൗൺ പ്ലസ് നൗൺ എന്ന പാറ്റേൺ ആണ് വരുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ബ്രേക്ക് ത്രൂ. 86ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡാഷ് ഓഫ് ദ റോയൽ ഫാമിലി സ്റ്റിൽ preserve their tradition and cultural heritage. Pick out the correctly spelled word. The dash of the royal family still preserve their tradition and cultural heritage. ഇവിടെ പൂരിപ്പിക്കേണ്ട വേർഡ്സ് ആണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അതിൽ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിസെൻഡൻസ്. ഡിസെൻഡൻസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പിന്തുടർച്ചക്കാർ. അപ്പം ദ ഡിസെൻഡൻസ് ഓഫ് ദ റോയൽ ഫാമിലി സ്റ്റിൽ പ്രിസർവ് ദർ ട്രഡീഷൻ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. 87ാമത്തെ ക്വസ്റ്റ്യൻ. ദിസ് ക്ലോത്ത് യൂസ്ഡ് ടു ഫെയ്ഡ് വെൻ വാഷ്ഡ്. യൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് ഓപ്ഷൻ എ ഡോണ്ട് ദിസ്, ഓപ്ഷൻ ബി didn't this, ഓപ്ഷൻ സി don't it, ഓപ്ഷൻ ഡി didn't it. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, didn't it. This cloth used to fade when washed. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഓപ്ഷൻ ഡി, didn't it. ഇവിടെ യൂസ്ഡ് ടു വന്നിട്ടുണ്ട്. അപ്പം ആ യൂസ്ഡ് ടു വരുമ്പം യൂസ്ഡ് ടുവിന് പകരം ടാഗിൽ എപ്പോഴും ഡിഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി 88ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലോസ് ദ വിൻഡോ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ലെറ്റ് ദ വിൻഡോ ഹാസ് ബീൻ ക്ലോസ്ഡ്, ഓപ്ഷൻ ബി ലെറ്റ് ദ വിൻഡോ ഷാൽ ബി ക്ലോസ്ഡ്, ഓപ്ഷൻ സി ലെറ്റ് ദ വിൻഡോ ഷുഡ് ബി ക്ലോസ്ഡ്, ഓപ്ഷൻ ഡി ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്. അപ്പോൾ ക്ലോസ് ദ വിൻഡോ എന്നതിൻ്റെ പാസീവ് വോയിസ് ആണ് ഓപ്ഷൻ ഡി, ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഇംപെററ്റീവ് സെന്റൻസ് ആണ്. അതായത് ക്ലോസ് ദ വിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു ആജ്ഞയായിട്ട് എടുക്കാം അല്ലേ? അപ്പം തന്നിരിക്കുന്നതൊരു ഇംപെററ്റീവ് സെന്റൻസ് ആണ്. അപ്പം ഇത്തരത്തിലുള്ള സെന്റൻസുകളെ പാസീവിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയാണ് മാറ്റേണ്ടത്? അതിൻ്റെ ഫോം ഇങ്ങനെയാണ്: ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. ഒരു ഇംപെററ്റീവ് സെന്റൻസിന്റെ പാസീവ് എഴുതുമ്പോഴുള്ള റൂൾ എന്താണ്? ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. ഇവിടെ ക്ലോസ് ദ വിൻഡോ എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന എന്താ? ദ വിൻഡോ. അപ്പം ആദ്യം എന്ത് എഴുതണം? ലെറ്റ്, പിന്നെ ലെറ്റ് ദ വിൻഡോ, പിന്നെ ബി ചേർക്കുക, അതിനുശേഷം V3. അപ്പം ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്. 89ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പൽ ഓർഡേഡ് എ ഡാഷ് ഓഫ് പേപ്പർ ടു പ്രിന്റ് ദ സ്റ്റുഡൻസ് ഹോൾ ടിക്കറ്റ്സ്. Fill in the blank using the most suitable collective noun from the options given.
തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് കളക്റ്റീവ് നൗൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ഷീറ്റ്, ഓപ്ഷൻ ബി പേജ്, ഓപ്ഷൻ സി റീം, ഓപ്ഷൻ ഡി നമ്പർ. ദ പ്രിൻസിപ്പൽ ഓർഡേഡ് എ ഡാഷ് ഓഫ് പേപ്പർ ടു പ്രിന്റ് ദ സ്റ്റുഡൻസ് ഹോൾ ടിക്കറ്റ്സ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റീം. പേപ്പറുകളിൽ റീം എന്ന് പറഞ്ഞാൽ പേപ്പറുകൾ വലിയ അളവിൽ, സാധാരണയായിട്ടൊരു 500 പേപ്പറൊക്കെ ഒരുമിച്ച് കെട്ടിവച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ റീം എന്ന് പറയുന്നത്. കടലാസുകൾ വലിയ അളവിൽ, നോർമലി 500 ഒരുമിച്ച് കെട്ടിവച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ റീം എന്ന് പറയുന്നത്. അപ്പം റീം ഒരു കളക്റ്റീവ് നൗൺ ആണ്. ദ പ്രിൻസിപ്പൽ ഓർഡേഡ് എ റീം ഓഫ് പേപ്പർ ടു പ്രിന്റ് ദ സ്റ്റുഡൻസ് ഹോൾ ടിക്കറ്റ്സ്. ആ സ്കൂളിലുള്ള മുഴുവൻ സ്റ്റുഡൻസിൻ്റെയും ഹോൾ ടിക്കറ്റ് പ്രിന്റ് ചെയ്യാനായിട്ട് 1-2 ഷീറ്റ് പേപ്പർ മതിയാവില്ല. അപ്പം അതിന് വലിയ ക്വാണ്ടിറ്റിയിലുള്ള പേപ്പർ വേണം. അപ്പം അതിൻ്റെ കളക്റ്റീവ് നൗൺ ആണ് റീം. 90ാമത്തെ ക്വസ്റ്റ്യൻ. ദ മാനേജർ ആസ്ക്ഡ് രാജി, വൈ ഡിഡ്ന്റ് യു കം ടു ദ ഓഫീസ് യെസ്റ്റർഡേ? ദ മാനേജർ ആസ്ക്ഡ് രാജി ഡാഷ്. കംപ്ലീറ്റ് ദ റിപ്പോർട്ടഡ് സ്പീച്ച്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വൈ ഷി ഹാഡിൻറ്റ് കം ടു ദ ഓഫീസ് ദ പ്രീവിയസ് ഡേ. തന്നിരിക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റാനാണ്. അപ്പം ആ സെൻറ്റൻസ് തുടങ്ങി തന്നിട്ടുണ്ട്. ദ മാനേജർ ആസ്ക്ഡ് രാജി വൈ ഷീ ഹാഡിൻറ്റ് കം ടു ദ ഓഫീസ് ദ പ്രീവിയസ് ഡേ. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റിലുള്ളതാണ്. സിമ്പിൾ പാസ്റ്റിലുള്ള സെൻറ്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കണം. സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെൻറ്റൻസിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതുമ്പോൾ ആ സെൻറ്റൻസിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് മാറ്റണം. അതിനെന്താ ചെയ്യേണ്ടേ? ഡിഡിൻ കം എന്നുള്ളതിനെ ഹാഡിൻ കം എന്ന് എഴുതണം. ഡിഡിൻ കം എന്നുള്ളതിനെ ഹാഡിൻ കം എന്ന് എഴുതണം. അപ്പം ദ മാനേജർ ആസ്ക്ഡ് രാജി വൈ ഡിഡിൻ യു കം ടു ദ ഓഫീസ് യെസ്റ്റർഡേ എന്നുള്ളതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ചാണ് ദ മാനേജർ ആസ്ക്ഡ് രാജി വൈ ഷീ ഹാഡിൻ കം ടു ദ ഓഫീസ് ദ പ്രീവിയസ് ഡേ. അപ്പം നമ്മൾ ഇംഗ്ലീഷിലുള്ള 10 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ PYQ വിത്ത് കണക്റ്റഡ് ഫാക്ട്സ്, ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സസ്, അതുപോലെ കറണ്ട് അഫയേഴ്സ്, ഇവയുടെയൊക്കെ ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിൻ്റെ റെക്കോർഡ് ക്ലാസ് നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനലായ എയിം ഫോർ PSCയിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അതും കൂടെ കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. 91ാമത്തെ ചോദ്യം. വിൺ പ്ലസ് തലം വിണ്ടലം, ഇതിൻ്റെ സന്ധി ഏത്? ഓപ്ഷൻ എ ആഗമസന്ധി, ഓപ്ഷൻ ബി ആദേശസന്ധി, ഓപ്ഷൻ സി ദ്വിത്വസന്ധി, ഓപ്ഷൻ ഡി ലോപസന്ധി. അപ്പോൾ വിൺ പ്ലസ് തലം വിണ്ടലം, ഇതിൻ്റെ സന്ധി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആദേശസന്ധി. ഇവിടെ വിൺ പ്ലസ് തലം എന്ന വാക്ക്, ഇവിടെ വിൺ പ്ലസ് തലം വിണ്ടലമായപ്പോൾ താ മാറി ടാ വന്നു, അതുകൊണ്ട് ഇത് ആദേശസന്ധിയാണ്. ഇനി 92ാമത്തെ ചോദ്യം. ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥമെന്ത്? ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം. ഓപ്ഷൻ എ പുരുഷൻ, ഓപ്ഷൻ ബി സ്ത്രീ, ഓപ്ഷൻ സി ഗുരു, ഓപ്ഷൻ ഡി നപുംസകം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നപുംസകം. ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥമാണ് നപുംസകം. 93ാമത്തെ ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ സാമുദ്രം, ഓപ്ഷൻ ബി വസിരം, ഓപ്ഷൻ സി അക്ഷീപം, ഓപ്ഷൻ ഡി മഞ്ഞ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മഞ്ഞ്. സാമുദ്രം, വസിരം, അക്ഷീപം ഇവയുടെ എല്ലാം അർത്ഥം വരുന്നത് ഉപ്പെന്നാണ്. സാമുദ്രം, വസിരം, അക്ഷീപം ഇവയുടെ അർത്ഥം ഉപ്പെന്നാണ്. 94ാമത്തെ ചോദ്യം. ശരിയല്ലാത്ത വിപരീത പദ രൂപമേത്? ഓപ്ഷൻ എ അണിയം അമരം, ഓപ്ഷൻ ബി വൃഷ്ടി സമഷ്ടി, ഓപ്ഷൻ സി ആദാനം പ്രദാനം, ഓപ്ഷൻ ഡി ഉപജയം അപചയം. ഇതിൽ ശരിയല്ലാത്ത ജോഡി ഓപ്ഷൻ ഡി ആണ്, ഉപജയം അപചയം. ഉപജയമല്ല ഉപചയമായിരുന്നു വേണ്ടിയത്, അതുകൊണ്ട് ആ ജോഡി തെറ്റാണ്. 95ാമത്തെ ചോദ്യം.
ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ ആ ഇ എ, ഓപ്ഷൻ ബി ആ ഇ എ, ഓപ്ഷൻ സി ആ ഉ ഐ, ഓപ്ഷൻ ഡി ഇ എ അം. ഇതില് ചുട്ടെഴുത്തുകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആ ഇ എ. 96ാമത്തെ ചോദ്യം, ചതയില്ലാത്തിടത്ത് കത്തിവെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. ഓപ്ഷൻ എ ശത്രുക്കളെ സൂക്ഷിക്കണം, ഓപ്ഷൻ ബി ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്, ഓപ്ഷൻ സി പുകവലി പാടില്ല, ഓപ്ഷൻ ഡി ആരെയും സഹായിക്കരുത്. ചതയില്ലാത്തിടത്ത് കത്തിവെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥമാണ് ഓപ്ഷൻ ബി, ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. 97ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ നേതാവ് നേത്രി, ഓപ്ഷൻ ബി വിദ്വാൻ വിദുഷി, ഓപ്ഷൻ സി കവി കവയിത്രി, ഓപ്ഷൻ ഡി അപായം ഉപായം. ഇവിടെ തന്നിരിക്കുന്നതിലെ തെറ്റായ ജോഡി ഓപ്ഷൻ സി ആണ്, കവി കവയിത്രി. കവി എന്നുള്ളതിന്റെ സ്ത്രീലിംഗ രൂപം കവയിത്രി എന്നാണ്. കവി എന്നുള്ളതിന്റെ സ്ത്രീലിംഗ രൂപം കവയിത്രി. 98ാമത്തെ ചോദ്യം, പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഒറ്റപ്പദമേത്? പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഒറ്റപ്പദം. ഓപ്ഷൻ എ പിപാസു, ഓപ്ഷൻ ബി ദിദൃക്ഷു, ഓപ്ഷൻ സി പിപഠിഷു, ഓപ്ഷൻ ഡി ബുഭുക്ഷു. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, പിപഠിഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപഠിഷു. ഇനി ആരാണ് പിപാസു? കുടിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് പിപാസു. ഇനി ദിദൃക്ഷു എന്ന് പറഞ്ഞാല് കാണാൻ ആഗ്രഹിക്കുന്നയാൾ. ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്നയാൾ. ബുഭുക്ഷു എന്ന് പറഞ്ഞാല് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. 99ാമത്തെ ചോദ്യം, സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്? ഓപ്ഷൻ എ പൂജക ബഹുവചനം, ഓപ്ഷൻ ബി ദ്വിവചനം, ഓപ്ഷൻ സി സലിംഗ ബഹുവചനം, ഓപ്ഷൻ ഡി അലിംഗ ബഹുവചനം. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് ഓപ്ഷൻ സി സലിംഗ ബഹുവചനം. 100ാമത്തെ ചോദ്യം, കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരമെന്ത്? ഓപ്ഷൻ എ കുതിര, ഓപ്ഷൻ ബി ചന്ദ്രൻ, ഓപ്ഷൻ സി നിലാവ്, ഓപ്ഷൻ ഡി തെങ്ങ്. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, തെങ്ങ്. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരമാണ് ഓപ്ഷൻ ഡി തെങ്ങ്. അപ്പം നമ്മൾ ഇന്ന് 32/2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.